അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് യുവതി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഉറ്റ ചങ്ങാതിമാരായ സോണിയ, രാധിക, മിനി എന്നിവരുടെ കഥ പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ലിജി ഫേസ്ബുക്കിൽ പങ്കുവച്ച നെഞ്ചുലയ്ക്കുന്ന ഒരു പോസ്റ്റാണിത്. ഒരാൾ കഴിഞ്ഞ് മറ്റൊരാൾ എന്ന രീതിയിൽ 3 പേർക്കും അർബുദം സ്ഥിരീകരിച്ചതിനെ പറ്റിയായിരുന്നു ലിജിയുടെ വാക്കുകൾ. 3 പേർക്കും ഒരുമിച്ച് എങ്ങനെ അർബുദം ബാധിച്ചു എന്ന ചോദ്യമാണ് ഈ പോസ്റ്റ് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. കൂടാതെ 3 പേരും തയ്യൽ ജോലി ചെയ്യുന്നവരുമാണ്. ഹൃദയഭേദകമായ ഈ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ്. സൗഹൃദത്തിന്റെ കൂട്ടുകളെല്ലാം ശരിയായ അളവിൽ കൂട്ടിച്ചേർത്ത് അതിമനോഹരമായ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥ. വരൂ, ഈ സൗഹൃദത്തിന്റെ പുഴയോരത്ത് അല്പനേരം നമുക്ക് കാറ്റേറ്റിരിക്കാം. ഇവർ സോണിയ, രാധിക, മിനി. ചങ്ങനാശ്ശേരി സ്വദേശികളായ ഇവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ കുടുംബങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ആ സൗഹൃദം പിൻതലമുറയും അണയാതെ കാത്തുസൂക്ഷിക്കുന്നു. ഒരുമിച്ച് പഠിച്ചും കൂട്ടുകൂടിയും കളിച്ചും വഴക്കിട്ടും അയൽപ്പക്ക സൗഹൃദങ്ങളിലൂടെ വളർന്ന ബന്ധം വിവാഹം കഴിഞ്ഞ 3 സ്ഥലത്തായിട്ടും ഇവർ ഉപേക്ഷിച്ചിട്ടില്ല. ഇവർക്കിപ്പോൾ പ്രായം 44. 3 പേരും മികച്ച തയ്യൽക്കാരാണ്. മിനി നേഴ്സിംഗ് പഠിച്ചെങ്കിലും അത് ഉപേക്ഷിച്ച് കൂട്ടുകാരുടെ തൊഴിലായ തയ്യലിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ദിവസവും വീഡിയോ കോൾ വിളിച്ചും നേരിട്ട് കണ്ടുമുട്ടിയും ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിച്ചും സമ്മാനങ്ങൾ കൈമാറിയും ആത്മസൗഹൃദത്തെ ഇവർ ഊട്ടിയുറപ്പിച്ചു. ഇവരുടെ കലർപ്പില്ലാത്ത സ്നേഹ സൗഹൃദത്തിന്റെ ആഴം കണ്ട് അസൂയപ്പെടാത്തവർ ചുരുക്കമായിരുന്നു. ഈശ്വരനും തോന്നി ഇവരോട് ഇത്തിരി അസൂയ. ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അങ്ങേരും തീരുമാനിച്ചു. ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. ഓരോരുത്തരായി അർബുദ രോഗികളാകുന്നു. ഒരാളുടെ ചികിത്സ കഴിഞ്ഞ അടുത്തയാൾക്ക് എന്ന രീതിയിൽ 3 പേരും സ്തനാർബുദ രോഗികളായി മാറി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഇവരുടെ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ മനസ്സിൽ വിങ്ങലായി ഒരു ചോദ്യം അവശേഷിക്കും. ആത്മസൗഹൃദത്തിന്റെ ഇഴയടുപ്പുകളിലേക്ക് എങ്ങനെ അർബുദകോശങ്ങൾ ഒരുപോലെ മൂവരിലും കയറിക്കൂടി? തികച്ചും മാനുഷികമായ ചിന്തയാണെങ്കിലും ഞാനും ചോദിച്ചു കുറച്ച് ചോദ്യങ്ങൾ. പ്രിയ സുഹൃത്തിന് അർബുദം ബാധിച്ചപ്പോൾ ബാക്കി 2 പേരും ഈശ്വരനോട് അവൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും എനിക്ക് കൂടി തരണമേ എന്ന് യാചിച്ചു വാങ്ങിയതാണോ? പരസ്പരം ശുശ്രൂഷിച്ചും സഹായിച്ചും കൂടെ നിന്നപ്പോൾ പകർച്ചവ്യാധി പോലെ ശരീരത്തിൽ കയറിക്കൂടിയതാണോ? തയ്യൽ എന്ന ഒരേ തൊഴിൽ ചെയ്തതിന്റെ ബാക്കി പത്രമാണോ? അതൊന്നുമല്ല. എന്നാലും എല്ലാം യാദൃശ്ചികതയാകാം. ദൈവത്തിന്റെ വികൃതിയായി കണ്ട് നമുക്ക് അന്വേഷണം നിർത്താം. എങ്കിലും വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ, ഓങ്കോളജിസ്റ്റിനു മുന്നിൽ ഈ ചോദ്യങ്ങൾ വെറുതെ ഇട്ടു തരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള സോണിയയ്ക്കാണ് ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നൈസ് ചെയ്യുന്നത്. നിപ്പിൾ ഡിസ്ചാർജ് ആയിരുന്നു ആദ്യ ലക്ഷണം. പിന്നീട് അതേ ബ്രസ്റ്റിൽ സിസ്റ്റ് രൂപപ്പെട്ടു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായി FNACയും ബയോപ്സിയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ 52 ദിവസം വേണ്ടി വന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മുഴ നീക്കം ചെയ്തു. ഏതാണ്ട് 1 വർഷമാകാറായപ്പോൾ 2022 സെപ്റ്റംബറിൽ വലതു ബ്രസ്റ്റിനും ഒരു മുഴ കണ്ടതിനെ തുടർന്ന് സർജറി ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. എന്നാൽ ഇപ്രാവശ്യം അർബുദം സ്ഥിരീകരിച്ചു. തുടക്കമാണ്, എങ്ങും പടർന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ കീമോ, റേഡിയേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫുൾ നീക്കം ചെയ്യുക എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. തന്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ കീമോയും റേഡിയേഷനും എടുത്തതിന്റെ ദുരിതങ്ങൾ മനസ്സിൽ നിന്ന് ഇതുവരെ മായാത്തതുകൊണ്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 2022 സെപ്റ്റംബറിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. 10 വർഷത്തേക്ക് മെഡിസിൻ എടുക്കണം. മെഡിസിൻ എടുത്തു തുടങ്ങിയപ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റായി ഷുഗറും മറ്റ് അസുഖങ്ങളും കൂട്ടിനായി എത്തി. ചികിത്സയെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയും നഷ്ടപ്പെട്ടു. അപ്പോഴും നിരാശയാകാതെ തനിക്ക് അറിയാവുന്ന തയ്യൽ ജോലി ചെയ്ത ഉപജീവന മാർഗം കണ്ടെത്തുന്നു. സോണിയും കുടുംബവും ചങ്ങനാശ്ശേരി വട്ടപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഭർത്താവ് ഓട്ടോ ഡ്രൈവറും ലോഡിംഗ് തൊഴിലാളിയുമാണ്. ചികിത്സാ സമയത്ത് 2 കൂട്ടുകാരും ഇടം വലം നിന്ന് സഹായിച്ചു. സോണിയയുടെ ചികിത്സ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു രാധികയും മിനിയും. അപ്പോഴാണ് തൊട്ടടുത്ത മാസം രാധികയ്ക്ക് പനിയും കൈവേദനയും കൂടിയത്. ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ചു. അലർജിയാണെന്ന് പറഞ്ഞ് 6-7 മാസം മരുന്ന് കഴിച്ചു. കുറവുണ്ടായില്ല. 2023 ജൂലൈ ആയപ്പോൾ ബ്രസ്റ്റിൽ ഒരു തടിപ്പുള്ളതായി ശ്രദ്ധിച്ചു. തുടർന്ന് പുഷ്പഗിരിയിൽ മാമോഗ്രാം ചെയ്തതുമായി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. അവിടെ ബയോപ്സി ചെയ്ത ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് മുഴയും കക്ഷത്തിലെ കഴലകളും സർജറിയിലൂടെ നീക്കം ചെയ്തു. തുടർന്ന് 20 റേഡിയേഷനും 8 കീമോയും എടുത്തു. ഇതേ തുടർന്ന് മുടിയും നഖവുമെല്ലാം കൊഴിഞ്ഞുപോയി. അതിവേദന കൊണ്ട് പിടയുമ്പോൾ കൂട്ടുകാർ 2 പേരും ധൈര്യം പകർന്ന് ഒപ്പം നിന്നു. വർഷങ്ങളായി ഹൃദയവാൽവിന്റെ തകരാറിന് ചികിത്സ എടുക്കുക കൂടി ചെയ്യുന്നുണ്ട് രാധിക. എല്ലാം കൂടി മാനസികമായി തളർത്തിയെങ്കിലും ഭർത്താവും മക്കളും കൂട്ടുകാരും ഒപ്പം നിന്നത് വലിയ ആശ്വാസമായി. ഇപ്പോൾ ഫോളോ അപ്പും മരുന്നുകളുമുണ്ട്. ഭർത്താവ് കൂലിപ്പണി ചെയ്യുന്നു. മക്കൾ 2 പേരും പഠിക്കുന്നു. മുട്ടാറാണ് ഇവർ താമസിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും തൊട്ടാവാടിയായിരുന്നു മിനി. ഭയങ്കര സെൻസിറ്റീവാണ്.
പ്രിയപ്പെട്ട കൂട്ടുകാരായ രാധികയ്ക്കും സോണിയയ്ക്കും ക്യാൻസർ വന്നപ്പോൾ ആത്മാർത്ഥമായി നിന്ന് അവരെ പരിചരിച്ചിരുന്നു. അടുത്തത് തനിക്കാവുമോ എന്ന ചിന്ത മിനിയുടെ മനസ്സിനെ ഉലയ്ക്കാതിരുന്നില്ല. രാധികയുടെ ചികിത്സ 2023 ഡിസംബറിൽ കഴിഞ്ഞ ഉടൻ മിനിയുടെ സ്ഥാനത്തിലും വേദനയും മുഴയും കാണപ്പെട്ടു. ചെത്തിപ്പുഴ ആശുപത്രിയിലെ സർജനെ കൺസൾട്ട് ചെയ്ത് മാമോഗ്രാമും ട്രൂകട്ട് ബയോപ്സിയും ചെയ്തു. റിസൾട്ട് നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേർക്കും ഒരുപോലെ ആശ്വാസമായി. എങ്കിലും കൂടുതൽ സുരക്ഷയ്ക്കായി മുഴ നീക്കം ചെയ്ത് വീണ്ടും ബയോപ്സിക്ക് വിട്ടു. എന്നാൽ ഇപ്രാവശ്യം പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പിന്നീട് കോട്ടയം കാരിസാസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ബോബൻ തോമസിനെ പോയി കണ്ടു. സർജറി വേണ്ടെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു. പകരം 12 കീമോയും റേഡിയേഷനും നിർദ്ദേശിച്ചു. തന്റെ നീണ്ട മുടി പോകുന്നതിന്റെ സങ്കടം സഹിക്കാനാവാതെ ഡോക്ടറുടെ മുമ്പിലിരുന്ന് മിനി പൊട്ടിക്കരഞ്ഞു. ഡോക്ടറും കൂട്ടുകാരും ആശ്വാസവചനങ്ങളുമായി ഒപ്പം നിൽക്കുകയും ചെയ്തു. മെല്ലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് തന്റെ നീണ്ട മുടി കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ മുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ മുടി മെല്ലെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നിറമുള്ള സ്വപ്നങ്ങളും. മിനിയും ഭർത്താവും കൂടി ചങ്ങനാശ്ശേരിയിൽ ജ്യൂസിന്റെയും ഫ്രൂട്ട്സിന്റെയും കട നടത്തുകയാണ്. ഒപ്പം തയ്യലുമുണ്ട്. ചങ്ങനാശ്ശേരി പായിപ്പാടാണ് താമസം. സോണിയയ്ക്ക് കീമോ ചെയ്യാത്തതുകൊണ്ട് മുടി കൊഴിഞ്ഞിരുന്നില്ല. എന്നാൽ 3 പേരുടെയും ചികിത്സ കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് വേളാങ്കണ്ണിയിൽ പോയി തല മൊട്ടയടിച്ചു. സൗഹൃദത്തിന്റെ ആഘോഷമായിരുന്നു അത്. ഇവരെ തോൽപ്പിക്കാൻ ഇനി ആർക്കുമാവില്ല, അവർക്കല്ലാതെ. 3 പേരും ഒരുമിച്ച് ഒരു തയ്യൽ കട തുടങ്ങാനുള്ള തിരക്കിലാണിപ്പോൾ. 5 വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ ഹൃദയത്തിൽ ഇനി ഇവരുടെ കഥ കൂടി പതിയട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.